നെക്സ്റ്റ് നമുക്ക് അൽഗോരിതം സ്യൂഡോ കോഡും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അൽഗോരിതം ഈസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം ഓർ പെർഫോം എ ടാസ്ക്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. Then pseudocode, a high-level description of an algorithm using a mixture of natural language and programming language construct. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. നോക്കാം. ഇപ്പോൾ ഇവിടെ ഫൈൻഡ് ദ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഇതൊരു അൽഗോരിതമാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇതിനെ നമുക്ക് ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും എഴുതാം. ഒരു അൽഗോരിതം നമുക്ക് ഫോർമലായിട്ടും എഴുതാം, ഇൻഫോർമലായിട്ടും എഴുതാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഇതൊക്കെ സ്റ്റാർട്ടും സ്റ്റോപ്പൊക്കെ നമുക്ക് അൽഗോരിതത്തിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്യൂഡോ കോഡിൽ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് n, റീഡ് n. ഇപ്പോൾ സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സാണ്. സോ ഇൻപുട്ട് റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. ദെൻ ഇനീഷ്യലൈസ് സമ്മും ഐയും ഒക്കെ ഇനീഷ്യലൈസ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ദെൻ റിപ്പീറ്റ് സ്റ്റെപ്പ് 5 and 6 until I less than or equal to n. നമ്മളിവിടെ ചെക്ക് ചെയ്യാണ്. ഐയുടെ വാല്യൂ 1 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് n വരെ. അപ്പോൾ 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം ആണെങ്കിൽ 1 to 5 വരെ ഈ ഐ വാല്യൂ റിപ്പീറ്റ് ചെയ്യണം. സോ അത് നമ്മളിവിടെ കൊടുക്കുകയാണ്. ആഡ് ഐ ടു സമ്മിലേക്ക് ഐ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൂപ്പിനകത്ത്. ഇൻക്രിമെൻറ്റ് ഐ ബൈ 1. ദെൻ ലൂപ്പ് കഴിഞ്ഞു. 5ഉം 6ഉം റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. 7th സ്റ്റെപ്പിൽ വന്നിട്ട് സം പ്രിൻ്റ് ചെയ്തു. ഇനി വന്നിട്ട് ഞാനിത് സ്യൂഡോ കോഡിലൊന്ന് നോക്കാം. സ്റ്റാർട്ട്, ഇൻപുട്ട് ഓർ റീഡ് ചെയ്യാൻ സം ഇനീഷ്യലൈസ് ചെയ്തേക്കുന്നത് നമ്മൾ ഇനീഷ്യലൈസ് എന്നൊന്നും എഴുതിയില്ല. ജസ്റ്റ് സം ഈക്വൽ ടു 0 എഴുതിയാലും മതി. ദെൻ ഇവിടെ നോക്കിക്കേ, 4i is equal to 1 to n ഡു. ഐയുടെ വാല്യൂ 1 നിന്ന് എന്നിലേക്ക് n വരെ റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഐ. ഇവിടെ ഐ റിപ്പീറ്റ് ചെയ്യാനൊന്നും നമ്മൾ ഐ ഇൻക്രിമെൻറ്റ് ചെയ്യാനൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് 1 to n വരെ പോകണം. ഓക്കെ, ദെൻ 4 എൻഡ് ചെയ്തു. എൻഡ് ഫോർ പ്രിൻറ്റ് സം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ 4 ഒക്കെ ആക്ച്വലി നമ്മൾ കാണുന്നത് പ്രോഗ്രാമിലല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കിക്കുക, അത് വന്നിട്ടില്ല. ഓക്കെ, പക്ഷേ ഈ ഒരു അൽഗോരിതം ആക്ച്വലി ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും എഴുതാമെന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് നിങ്ങൾക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതൊരു അൽഗോരിതം ആകുമ്പോൾ ഈ അൽഗോരിതം ഇങ്ങനെ റിപ്പീറ്റ് സ്റ്റെപ്പ് 5 and 6 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുക എന്ന് പറയുന്നത് ഇച്ചിരി ടഫായിട്ടുള്ള കാര്യമാണ്. സോ ഈ പക്ക അൽഗോരിതത്തിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഡാറ്റ സ്ട്രക്ചറിൽ പഠിക്കുന്ന എല്ലാ അൽഗോരിതം സ്യൂഡോ കോഡാണ് എഴുതുക. അപ്പോൾ ഇതുപോലെ എഴുതുകയാണെങ്കിൽ ഓരോന്നും വളരെ ഡിഫിക്കൽട്ടാണ്. നിങ്ങൾക്ക് പഠിക്കാനും എഴുതാനൊക്കെ ഡിഫിക്കൽട്ടാണ്. കുറേ സ്റ്റെപ്പ് വരും. ഓക്കെ, സോ ഇത് അറിയണമെങ്കിൽ, ഇത് എഴുതണമെങ്കിൽ കുറച്ചൊക്കെ ടെക്നിക്കൽ നോളജും ആവശ്യമായിട്ടുണ്ട്. ഇറ്റ് മേ റിക്വയർ ടെക്നിക്കൽ നോളജ് ടു അണ്ടർസ്റ്റാൻഡ്. പക്ഷേ ഈ ഒരു സ്യൂഡോ കോഡിലേക്ക് വരുമ്പോൾ സ്യൂഡോ കോഡ് ശരിയാണ്, ഫോറും വൈലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ടെക്നിക്കൽ നോളജ് ഇല്ലാത്തവർക്കും ഇത് ഈസിലി അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ ബോത്ത് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ ഇൻഡിവിജ്വൽ. ഇറ്റ്സ് കൺസ്ട്രക്ഷൻ ഈസ് ഈസി. ഓക്കെ, സ്യൂഡോ കോഡ് ആക്ച്വലി ഇൻഫോർമൽ അൽഗോരിതമാണ്. ഇൻഫോർമലാണ്. പക്ഷേ അൽഗോരിതം ഇതാണ് നമ്മൾ ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും എഴുതാം. പക്ഷേ ഫോർമൽ അൽഗോരിതം എന്ന് പറയുന്നത് ഇങ്ങനെ റിപ്പീറ്റ് ഇതുപോലെ എഴുതുന്നതിനെയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. 3 മാർക്കിനൊക്കെ ചോദിക്കാം.